അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം. സേനാപതിയായ പ്രഹസ്തനും പടയും മരിച്ചത് കേട്ട് രാവണൻ കോപാന്ധനായി പറഞ്ഞു, ഇനി ആരെയും പോരിനായി അയക്കുന്നില്ല. എന്നോടൊപ്പം വരാൻ താല്പര്യമുള്ളവർ വന്നുകൊള്ളുക. നമ്മുടെ തേര് തയ്യാറാക്കിക്കൊള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് രാവണൻ ആലവട്ടം, വെഞ്ചാമരം, നീലത്തഴ, മുത്തുക്കുട തുടങ്ങിയവയുള്ള 1000 കുതിരകളെ പൂട്ടിയ വായുവേഗമുള്ള തേരിൽ കയറി. മേരുപർവ്വതം പോലെയുള്ള കിരീടങ്ങളും ഹാരങ്ങളും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞ് 10 മുഖവും 20 കൈകളും അവയിൽ ചാപബാണങ്ങളുമായി രാവണൻ ഒരു നീലമലയ്ക്കു സമാനമായി യുദ്ധത്തിനു പുറപ്പെട്ടു. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാവരും അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു. രാവണന്റെ പുറപ്പാട്. സേനാപതിയും പടയും മരിച്ചിതു മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി, ആരെയും പോരിന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക, നമ്മുടെ തീരും വരുത്തുകെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ, ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ, തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുള്ള ഭാഗത്തു മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാജ്ഞ സജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു. വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാലാർക്കകാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ. ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മേ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു
വിഭീഷണം പൂണ്ടതികായൻ വരുന്നതു രാവണൻ തൻ മകൻ പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവനൂതമേറ്റം മഹോദരൻ മന്നവാ.